കാവടി തുള്ളി എങ്ങോട്ടാ? ഇത്ര നേരം എവിടെ ആയിരുന്നു? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ കന്യാകുമാരിയിൽ പോകുന്നൊരു ട്രിപ്പിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ കൃത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ സൺഡേ 9-നാണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തതും പോകുന്നതും. രാവിലെ 3:30 സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ്. ഏകദേശം ഒരു 5:15 ആയപ്പോൾ നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എക്സാക്റ്റ് ഇവിടെ നിന്നൊരു 100 കിലോമീറ്റേഴ്സാണ് നമുക്ക് കന്യാകുമാരി വരെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കാറിലായതുകൊണ്ടും രാവിലെ ആയിരുന്നതുകൊണ്ടും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി കേട്ടോ. എത്തിയ പാടെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്. നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് സൺറൈസ് പോയിന്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല മധുരമുള്ള നല്ല ഏലക്കയൊക്കെ ഇട്ട് ഒരു സൂപ്പർ ചായ അവിടെ നിന്ന് കുടിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നമ്മളൊക്കെ നല്ല സൂപ്പർ ചായ കുടിച്ചപ്പോൾ റോഷൻ മാത്രം ഷുഗർ ഇല്ലാത്തൊരു കോഫിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നും, കണ്ടില്ലേ? ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒട്ടും വൈകാണ്ട് തന്നെ നമ്മൾ സൺറൈസ് പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. പക്ഷേ തെറ്റാണ്. ആൾക്കാരൊക്കെ ടാക്സിയും വണ്ടിയും ലോറിയൊക്കെ പിടിച്ച് വെളുപ്പിന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമുക്ക് ദൂരത്തു നിന്നേ കാണാൻ കഴിയും. അതൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ട്രിപ്പ് തന്നെ ഉണ്ടായത്. പക്ഷെ നമുക്കത് സാധിച്ചിട്ടില്ല. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. ടൈം ഇപ്പോൾ ഒരു 5:30-5:45 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സൺറൈസ്, 6 മണിക്ക് കഴിയുമ്പോൾ സൺറൈസ് ഉണ്ടാവും എന്നുള്ളൊരു പ്ലാനിലാണ് 3:30 വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ഗൂഗിളിൽ നോക്കിയായിരുന്നു സൺറൈസ് എപ്പോഴായിരിക്കും. അപ്പോൾ 6:34 കാണിക്കുന്നത്. അപ്പോൾ നല്ല ലേറ്റ് ആവും നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ പിന്നെയും കുറേ വെയിറ്റ് ചെയ്യണം. ഏകദേശം ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. ഈ കണ്ട ജനങ്ങൾ അത്രയും സൂര്യനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇത്രയും ക്രൗഡൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ടൈം ഇങ്ങനെ അടുത്ത് വരുന്തോറും ക്രൗഡും നന്നായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു 6:34 കഴിഞ്ഞു, 6:40 ആയി, 6:45 ആയി, എന്നിട്ടൊന്നും നമുക്ക് സൺറൈസ് സൂര്യൻ വരുന്നേ ഉണ്ടായിരുന്നില്ല. സൂര്യൻ ഭയങ്കര ഡിമാൻഡുള്ള ആളാണെന്ന് തോന്നും, വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവസാനം ഇന്ന് സൂര്യൻ ഉദിക്കത്തില്ലേ ദൈവമേ എന്ന് വരെ ആയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഒരു 1/4 മണിക്കൂറിൻ്റെ ഒടുക്കത്തെ ബിൽഡപ്പും കാത്തിരിപ്പും ഒക്കെ കഴിഞ്ഞ് ഇതേ സൂര്യൻ സാറ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒടുക്കത്തെ സന്തോഷമായി കേട്ടോ. സൺറൈസ് കാണാൻ വന്നിട്ട് സണ്ണിനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നതല്ലേ, ഇത് കാണാൻ പറ്റിയില്ല. ഇതിന് മുന്നേ നമ്മുടെ ഫ്രണ്ട്സ് ഇതേപോലെ വന്നിട്ട് ഫുൾ ക്ലൗഡായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ദൈവം ഇത്രയും നേരം വെളുത്ത സ്ഥിതിക്ക് സൂര്യൻ വരത്തില്ലായിരിക്കും, സൂര്യൻ വല്ല ക്ലൗഡിൻ്റെ ഇടയിലും ആയിരിക്കും എന്നൊക്കെ നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടുപിടിക്കാൻ പോകാണ് കേട്ടോ. ഇവിടെ എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ കിട്ടിയ ഒരു സ്പോട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ തിരക്കാമെന്നായിരുന്നു നമ്മുടെ ഒരു മനസ്സിൽ.
പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടുപിടിക്കാനും നമുക്ക് അത്യാവശ്യം കുറേ ദൂരം നടക്കേണ്ടി വന്നു കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ വേണം, എന്നാൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് കഴിക്കാൻ വേണം എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തപ്പി നടക്കാണ് കേട്ടോ ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചു വരാം, ടൈം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഈ കടകളിലൊക്കെ ഒന്ന് കയറിയിട്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. എങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. എക്സാക്റ്റ് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള നമ്മുടെ ആഗ്രഹം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് കേട്ടോ. കാരണം ഈ കണ്ട ജനങ്ങൾ അത്രയും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ക്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെ പേടിയായി. കാരണം ഈ ക്യൂവിൽ നമ്മളും കയറി നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വേറെ പ്ലാൻസ് ഒന്നും നടക്കത്തില്ല. ഈ ക്യൂവിൽ വൈകിട്ട് വരെ ഇവിടെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് ഈ ഡേ വേസ്റ്റ് ആക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മോഹം നമുക്ക് നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ആക്കാമെന്ന്. അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു കുഞ്ഞു ഹോട്ടൽ കണ്ടു. നമ്മൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. റീച്ചിലും മസാല ദോശയായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും പൂരിയാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല വൃത്തിയൊക്കെയുള്ള ഒരു നല്ല ഫുഡ്. ഇവരൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് കേട്ടോ. ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ തന്നെ 2 ക്യൂ ആണുള്ളത്. 75 റുപ്പീസിന് പോകുന്നത് കൊണ്ട് 300 റുപ്പീസിൻ്റെ ക്യൂ ഉണ്ട്. പക്ഷേ രണ്ടിലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടിലും ഒടുക്കത്തെ തിരക്കായിരുന്നു. നമ്മൾ പിന്നെ ടൈം വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ ഷോപ്സിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, കന്യാകുമാരിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു. 5-10 രൂപയ്ക്കൊക്കെ അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. എന്നാൽ അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയില്ല. പക്ഷേ എങ്കിലും റേറ്റ് തീരെ കുറവാണല്ലോ. നമുക്ക് വീട്ടിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയുള്ള എല്ലാ ഷോപ്സും ഒന്ന് അരിച്ച് പറക്കിട്ടോ. അങ്ങനെ കൈ കിട്ടിയ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് ഈ ബീച്ചിൻ്റെ തന്നെ വേറൊരു സൈഡിൽ നമ്മളെത്തി. അത് കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. അത്ര ക്രൗഡൊന്നും അല്ലാത്തൊരു സൈഡാട്ടോ. ഈ ഒരു പാട്ടിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് കിട്ടുന്നത്. ഈ വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ഒരു റോഡ് കണ്ടു. ആ റോഡിൻ്റെ ആ ഒരു വശത്തായിട്ട് ഫുൾ ബൊഗൈൻ വില്ലാസ്. അത് പല കളറിൽ. ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ബൊഗൈൻ വില്ല വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് കണ്ട പാടെ തന്നെ അവിടെ തന്നെ വണ്ടി സൈഡാക്കി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഒരു ട്രിപ്പ് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണ്. അതിന് ഇത്രയും നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ പിന്നെന്താ വൈകിക്കേണ്ടേ. എല്ലാവരും ഇറങ്ങി അവരവർക്ക് വേണ്ട എല്ലാ പോസിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചു കേട്ടോ അവിടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും കന്യാകുമാരി ബീച്ചിൻ്റെ ഏതാണ്ട് ഒരു 5 കിലോമീറ്റേഴ്സിനുള്ളിലാണ് ഈ സ്ഥലം വരുന്നത്. ഒരു ചേർച്ചിൻ്റെ ഫ്രണ്ടിലുമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത്രയും മാത്രമേ എനിക്കിതിനെപ്പറ്റി അറിയുള്ളൂ. ഇനി ആരെങ്കിലും ഇവിടെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് ഈ ലൊക്കേഷനിലെത്തിയാൽ നിങ്ങൾക്കും കുറച്ച് കൂടുതൽ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ലതെടുക്കാൻ പറ്റും. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഈ ട്രിപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ നമ്പർ 2 തോവാളയിലെ വിൻമില്ല് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാനിലൊന്നും ഉണ്ടായിരുന്നതല്ല. അവിടെ എത്തിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ്. കാരണം നമ്മൾ ഓൾറെഡി ഗ്ലാസ് ബ്രിഡ്ജ് പ്ലാൻ ചെയ്താണ് വന്നത്. അത് നടക്കാത്തതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ബി വേണമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ തോവാള. ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി ബീച്ചിൽ നിന്ന് 27 കിലോമീറ്റേഴ്സാണ് ഈ തോവാളയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ കന്യാകുമാരി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് തോവാള. കാരണം കന്യാകുമാരിയിൽ നിന്ന് ഡിസ്റ്റൻസ് തീരെ കുറവാണ്. ഒരു 27 കിലോമീറ്റേഴ്സൊക്കെ വരുന്നുള്ളൂ. മാത്രമല്ല നമുക്കൊരു 1 ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം നമുക്കിങ്ങനെ പോകത്തില്ലേ. സൺറൈസൊക്കെ കാണാനാണ് വരുന്നതെങ്കിൽ എന്തായാലും നമുക്ക് ഒരുപാട് ടൈം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു സൈറ്റും കൂടെ കണ്ടിട്ട് പോയാൽ ട്രിപ്പ് കുറച്ചും കൂടി വേർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്.
ശരിക്കും ഒരു എക്സാക്ട് ഡെസ്റ്റിനേഷൻ അങ്ങനെ ആയിട്ടല്ല, നമുക്ക് ഈ റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് ഈ തോവാളയിൽ ഫുൾ വിൻമിൽസും ആസ്വദിക്കാൻ കഴിയും. എക്സാക്റ്റ് ഒരു ലൊക്കേഷനിൽ പോയിട്ട് നിന്ന് ആസ്വദിക്കാൻ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും വ്യൂ പോയിന്റിൽ നിന്ന് അടിച്ചാണ് പോയതെങ്കിലും അവിടെ എത്തി അങ്ങനെ ഒരു വിൻമില്ലിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ വിൻമിൽസിൻ്റെ ഈ ഒരുപാട് വിൻമിൽസ് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാറിലിരിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുമായിരുന്നു കേട്ടോ. ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തേക്ക് ചെന്നപ്പോൾ നമുക്ക് വ്യൂ പോയിൻ്റ് ഒന്നും പോലെയല്ല, പക്ഷെ നമുക്ക് ഓരോ വിൻമില്ലിൻ്റെയും അടുത്ത് പോയി നിൽക്കാൻ കഴിയും കേട്ടോ. അതായിരുന്നു പ്രത്യേകത. പക്ഷെ നല്ല ചൂടും നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊക്കെ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് തിരിക്കായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നല്ലൊരു മന്തി കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോൾ ട്രിവാൻഡ്രം എത്തണമെന്നുണ്ടായിരുന്നു, മന്തി കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഫുൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഫോണിൻ്റെ ചാർജ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്തു, ബാക്കിയൊക്കെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് തണ്ണിമത്തം കണ്ടു, അത് വാങ്ങിയ രസം കഴിക്കാനില്ലായിരുന്നു, കാരണം ഫുൾ കാറിലിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്തെ കുളത്തൂരുള്ള മന്തി മനസ്സിലെത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടി മാത്രം ഒരാൾ നമ്മൾ ട്രിപ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്, തൗഫീഖ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാ സ്പെഷ്യൽ മന്തീസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോർമൽ മന്തി ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാത്തിരുമ്പിനൊക്കെ ഒടുവിൽ നമ്മുടെ മന്തി എത്തിയിരിക്കുകയാണ്. എല്ലാവരും കുറച്ച് സ്പെഷ്യൽ മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നോർമൽ മന്തിയെ കിട്ടുകയുള്ളൂ. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ, കാരണം എനിക്ക് സ്പെഷ്യൽ മന്തീസിനെയൊക്കെ കാട്ടി നോർമൽ മന്തി തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ അതിലുള്ള എൻ്റെ ഫേവറേറ്റ് ലെഗ് പീസൊക്കെ എടുത്ത് വെച്ച് മന്തിയൊക്കെ എടുത്തു കഴിച്ചു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള അരുൺ ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയതേ ഈ സ്വീറ്റ് ആൻഡ് കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറും 10 രൂപയുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു. ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ആവാൻ പോവാണ് കേട്ടോ. നമ്മൾ ട്രിപ്പ് അവസാനിക്കാൻ പോവാണ്, വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. ഇനി എപ്പോഴാണ് അടുത്ത ട്രിപ്പ് എന്നൊന്നും ആർക്കും അറിയത്തില്ല. എങ്കിലും ഇന്നത്തെ ട്രിപ്പിൻ്റെ മെമ്മറീസൊക്കെ എനിക്ക് ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവും. അത്രയ്ക്ക് നല്ലൊരു ട്രിപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീടെത്തിയിരിക്കുകയാണ്. ഞാൻ റേച്ചലും കൂടി തിരിച്ച് വീട്ടിലെത്തി.